എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MCS FNCK BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അപ്പോൾ നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നാളെ വൈകുന്നേരം 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ഈ ഒരു 4th അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ 5th അലോട്ട്മെൻറ്റും അതിനുശേഷം പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റുകളും നടക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് MCS FNCKY ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം നഷ്ടപ്പെടുന്നതും ആയിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു MCS FNCK അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് LBSൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അടച്ചിട്ടുള്ള പൈസ തിരികെ റീഫണ്ടായിട്ട് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ 24-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും 1000 രൂപ അഡ്മിഷൻ ഫീസ് എടുത്ത ശേഷം ബാക്കി പൈസ മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീഫണ്ടിനുള്ള അർഹതയുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് അതായത് MCS FNCKയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു MCS FNCKയിലെ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ചിന്തയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് MCS FNCK ആയാലും അല്ലെങ്കിൽ ഈ ഒരു LBS വഴി ആയിരുന്നാലും നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ ഈ ഒരു സെയിം ഫീസ് തന്നെയാണ് വരിക. അതായത് ആദ്യ വർഷം ഈ 1,13,000 രൂപ, അതിൽ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റാണ്. അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു ലഭിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് 2ാം വർഷം മുതൽ ഏകദേശം 1,02,000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും മറ്റ് ഡീറ്റെയിൽസും ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് 12-ാം തീയതി വൈകിട്ട് 3 മണി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. അതുപോലെ തന്നെ നിലവിൽ ലഭിച്ചിട്ടുള്ള ഹയർ ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു 12-ാം തീയതി വൈകിട്ട് 3 മണിക്കുള്ളിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ്, അതായത് ലോഗിൻ ചെയ്ത ശേഷം യെസ് എന്നുള്ള ഓപ്ഷൻ കാണാം, നോ എന്നുള്ള ഓപ്ഷൻ കാണാം. യെസ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹയർ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാവുന്നതും, അതായത് വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്യാനും അതുപോലെ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് റിമൂവ് ചെയ്യാനും, അല്ലെങ്കിൽ അത് ഓപ്ഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനുകളെയാണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് യെസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യാവുന്നതാണ്. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് ഈ ഒരു എഡിറ്റ് വിവരങ്ങൾ ഇമെയിലായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള എല്ലാ ഓപ്ഷനുകളെയും അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത ശേഷം യെസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയും യെസ് അല്ല നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയും അപ്പോൾ നിങ്ങളുടെ എല്ലാ ഓപ്ഷനും അവിടെ നിലനിർത്തുന്നതായിരിക്കും. അതിനുശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ, അതായത് നിലവിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു സമയത്ത് ആ ഒരു പുതുതായിട്ട് കിട്ടുന്ന കോളേജിലേക്ക് മാറേണ്ടതായിട്ട് വരും. നിങ്ങൾ ഈ ഒരു കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മെയിൽ ഐഡിയിലേക്ക് ആ ഒരു ഇമെയിൽ ആയിട്ട്, അതായത് നിങ്ങൾ ഇവിടെ എഡിറ്റ് ഡീറ്റെയിൽസുകൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല എഡിറ്റോ മറ്റ് കാര്യങ്ങളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു ഓഗസ്റ്റ് 12-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് ഈ ഒരു അഡ്മിഷൻ നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഓൺലൈനായിട്ട് 25,000 രൂപ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു
നിങ്ങൾക്ക് SL ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്യാവുന്നതും അതുപോലെ തന്നെ നോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഹയർ ഓപ്ഷൻസും നിലനിർത്തി ആ ഒരു ഓപ്ഷൻ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്ക് ആ ഒരു ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് പുനഃസ്ഥാപിച്ച് നൽകാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ കോളേജിൽ അടക്കേണ്ട ഫീസ് 81,325 രൂപയാണ് കോളേജിൽ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടത്. അപ്പോൾ അതിൽ ഏകദേശം 10,000 കോഷൻ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ ഈ ഒരു 25,000 രൂപ നിങ്ങൾ ഓൾറെഡി അടച്ചിട്ടുള്ള ഫീസും അതിനുശേഷം ബാക്കിയുള്ള ഫീസ് 81,325 രൂപയുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കോളേജിൽ നിന്ന് പ്രവേശനം നേടിയ ശേഷം പ്രവേശനം റദ്ദ് ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ തിരികെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 2024 സെപ്റ്റംബർ 24 വരെ അതിന് അവസരമുണ്ടായിരിക്കും. അപ്രകാരം പോകുന്നവർക്ക് പ്രവേശന ഫീസായിട്ട് 1000 രൂപ കഴിച്ച് ബാക്കി ഫീസ് മുഴുവൻ തിരികെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.